ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, സിറിയയെ സഹായിക്കാൻ ലോകരാജ്യങ്ങൾ മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വിമത നേതാവായ അബു മുഹമ്മദ് അൽ ജുലാനി. സിറിയ ഒരിക്കലും ലോക സമാധാനത്തിന് ഭീഷണിയാകില്ല ഇനി എന്ന് അദ്ദേഹം BBC-ക്ക് നൽകിയ അഭിമുഖത്തിൽ ഉറപ്പിച്ചു വ്യക്തമാക്കി. ലോകരാജ്യങ്ങൾ സിറിയക്കെതിരായിട്ടുള്ള ഉപരോധം പിൻവലിക്കണം. ഒരിക്കലും സിറിയ ഇനിയും പഴയ മനുഷ്യാവകാശ ലംഘനങ്ങളിലേക്കും സ്ത്രീ വിരുദ്ധതകളിലേക്കും പോകില്ല. ഇനി ഒരിക്കലും അന്യമത വിരോധം സിറിയ കൊണ്ടു നടക്കില്ല. ഞങ്ങൾക്ക് എല്ലാവരും വേണം. ഞങ്ങൾ ഒരു മതേതര ഭരണാധികാരികളായിട്ടാണ് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നത് എന്നാണ് വിമത സൈന്യം വ്യക്തമാക്കുന്നത്. ഉപരോധങ്ങൾ ബാഷർ അൽ അസദിന്റെ ഭരണകാലത്ത് നിലവിൽ വന്നതാണ്. അത് പുതിയ ഭരണകൂടത്തിന്റെ കാലത്തും തുടരുന്നത് ശരിയല്ല എന്ന് വിമത സംഘമായ ഹയാത്ത് തഹരീർ ഷാമിന്റെ തലവൻ പ്രതികരിക്കുന്നു. HTSന്റെ തീവ്രവാദ പട്ടികയിൽ നിന്ന് സിറിയയെ ഒഴിവാക്കണമെന്നാണ് ജൂലാനി ആവശ്യപ്പെടുന്നത്. സിറിയയെ ഒരിക്കലും അഫ്ഗാനിസ്ഥാൻ പോലെ ആക്കില്ലെന്നും ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനെ തടയില്ല. സിറിയയിൽ വിമതർ ഭരിക്കുന്ന ഇദ്ലിബിൽ സർവകലാശാലകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സർവകലാശാലകളിൽ 60% കൂടുതൽ സ്ത്രീകൾ പഠിക്കുന്നു. നിയമവിദഗ്ധരുടെ ഒരു സമിതി രാജ്യത്തിനായി പുതിയ ഭരണഘടന ഉണ്ടാക്കും എന്നാണ് ജൂലാനി വ്യക്തമാക്കിയത്. അതേസമയം മദ്യം സംബന്ധിച്ച ചോദ്യത്തിൽ നിന്നും അദ്ദേഹം തന്ത്രപരമായി ഒഴിഞ്ഞുമാറി. ഇക്കാര്യത്തെക്കുറിച്ച് പറയാൻ തനിക്കിപ്പോൾ ആകില്ല എന്നായിരുന്നു പ്രതികരണം. നേരത്തെ സിറിയ താവളമാക്കി ഇസ്രായേലിനെ ആക്രമിക്കാൻ അനുവദിക്കില്ല എന്ന് ജൂലാനി വ്യക്തമാക്കിയിരുന്നു. ഇസ്രായേലുമായും ഒരു രാജ്യവുമായും ഞങ്ങൾ സംഘർഷം ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ഇസ്രായേൽ സിറിയയിൽ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കുകയും രാജ്യത്ത് കയ്യേറിയ പ്രദേശങ്ങളിൽ നിന്ന് പിന്മാറുകയും ചെയ്യണമെന്നും അദ്ദേഹം ദി ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. 1947 ഇസ്രായേൽ സിറിയ കരാറിലെ ധാരണകളിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുമെന്നും UN ദൗത്യ സംഘത്തെ തിരിച്ചെത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേൽ ആയാലും മറ്റേത് രാജ്യമായാലും ആരുമായും സംഘടന ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. സിറിയയെ ആക്രമണത്തിനുള്ള താവളമാക്കാനും അനുവദിക്കില്ല, ജൂലാനി പറഞ്ഞു. സിറിയൻ ജനത ഒരു ഇടവേള ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. രാജ്യത്ത് ആക്രമണം നടത്തുന്നത് അവസാനിപ്പിച്ച് പഴയ കേന്ദ്രങ്ങളിലേക്ക് ഇസ്രായേൽ പിന്മാറണം. അസദിന്റെ ഭരണത്തിൽ വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്ന സിറിയൻ ജനതയ്ക്ക് ഒരു സമാധാനം വേണം. അവർക്ക് ജീവനിൽ ഭയമില്ലാതെ ജീവിക്കാൻ ഒരു അവസരമാണ് വിമത സൈന്യം ഒരുക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സിറിയയ്ക്ക് അസദിന്റെ ഭരണത്തിൽ കടുത്ത എതിർപ്പുണ്ടായിരുന്ന ലോകരാജ്യങ്ങൾ ചുമത്തിയ ഉപരോധങ്ങളും നിയന്ത്രണങ്ങളും ഇന്ന് ഞങ്ങളെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ ഇരകളാക്കപ്പെടുന്നത് സിറിയൻ ജനതയാണ്. ഉപരോധം അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അൽ-ഖായിദയുമായി ബന്ധമുണ്ടായിരുന്ന ഹയാത്ത് തഹരീർ ഷാം സിറിയയുടെ അധികാരം പിടിച്ചെടുത്തതിൽ ക്രിസ്ത്യാനികളും ദുറൂസുകളും ഉൾപ്പെടെയുള്ള രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ആശങ്കയിലാണ് എന്ന റിപ്പോർട്ടുകളോട് ജൂലാനി പ്രതികരിച്ചു. ന്യൂനപക്ഷ നേതാക്കളുമായി തങ്ങൾ കൂടിക്കാഴ്ച നടത്തി ആശങ്കകൾ ചർച്ച ചെയ്തതായി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കരങ്ങളിൽ രക്തക്കറയുള്ളവരും അസദ് ഭരണകൂടത്തിന്റെ പീഡനങ്ങളിൽ പങ്കാളികളായ ആളുകളും ഒഴികെയുള്ള എല്ലാവർക്കും പൊതു മാപ്പ് നൽകുമെന്നും ജൂലാനി വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് രാജ്യത്തെ പുനർനിർമ്മിക്കുന്നതിലും സുസ്ഥിരത കൊണ്ടുവരുന്നതിലുമാണ് തന്റെ പ്രധാന ശ്രദ്ധയെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ജനസംഖ്യയുടെ പകുതിയും പുറത്താണുള്ളത്. അവരിൽ പലർക്കും കൃത്യമായ രേഖകളൊന്നുമില്ല. അയൽ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്പിൽ നിന്നുമെല്ലാം അവരെ തിരികെ നാട്ടിലെത്തിക്കണമെന്നും ജൂലാനി പറഞ്ഞു. ഭരണമാറ്റ കാലത്തേക്കുള്ള പദ്ധതികളും സിറിയൻ ഭരണഘടനയും തയ്യാറാക്കാൻ കമ്മിറ്റികൾ രൂപീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇതിന് ദീർഘകാലമെടുക്കുമെന്നും പറഞ്ഞ അദ്ദേഹം ഇസ്ലാമിക നിയമം നടപ്പാക്കുമെന്ന പ്രചരണങ്ങൾ തള്ളുകയും ചെയ്തു. ജനങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യങ്ങളിൽ ഒന്നും ഭരണകൂടം ഇടപെടില്ലെന്നും ജൂലാനി വ്യക്തമാക്കി. ഒരു മനുഷ്യന്റെ നിഖില മേഖലകളിലും മതം ഡിജിറ്റൽ ക്യാമറയുമായി ഒരിക്കലും വിമതർ ഭരിക്കുന്ന സിറിയയിൽ ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സ്വാഭാവിക സിറിയയായിരിക്കുമെന്നും അതാണിനി ഞങ്ങളുടെ ഭരണത്തിൽ ഞങ്ങൾ സ്വപ്നം കാണുന്നതെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ആചാരങ്ങളെ കൂടി കണക്കിലെടുത്ത് തന്നെയാകും മുന്നോട്ട് പോകുകയെന്നും അബു മുഹമ്മദ് അൽ ജൂലാനി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതിനകത്ത് ദുരൂഹതയാണ് മാധ്യമങ്ങൾ ആരോപിക്കുന്നത്. അതേസമയം കുപ്രസിദ്ധമായ തടവറകൾ ഓരോന്നോരോന്നായി കണ്ടെത്തി
തടവുകാരെ തുറന്നുവിട്ട് സ്വാതന്ത്ര്യ ആഘോഷവും നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. എല്ലാ തടവറകളും തുറക്കുമെന്നാണ് വിമതരുടെ വാക്ക്. സിറിയയിൽ ബഷാർ അൽ അസദിന്റെ പിതാവായ ഹാഫിസ് അൽ അസദിന്റെ ഭരണകാലത്ത് ജയിലിൽ അടയ്ക്കപ്പെടുകയും തുടർന്ന് സൗദിയിൽ അഭയം തേടുകയും ചെയ്ത അറബ് ദേശീയവാദിയായ ഹുസൈൻ അൽ ഷാറയുടെ മകനാണ് അബു മുഹമ്മദ് അൽ ജുലാനി എന്ന് വിളിപ്പേരുള്ള മുഹമ്മദ് ഹുസൈൻ അൽ ഷാറ. 1982 സൗദിയിൽ റിയാദിൽ ജനിച്ച ജുലാനി 7-ാം വയസ്സിൽ കുടുംബത്തിനൊപ്പം സിറിയയിലെ ഡമസ്കസിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു. 2003 അമേരിക്ക ഇറാഖിനെ ആക്രമിച്ചതിനെ തുടർന്ന് ജുലാനി അവിടെ എത്തി. അൽ ഖ്വയ്ദയിൽ ചേർന്നു. 2006 അമേരിക്കയുടെ പിടിയിലായ ജുലാനി 5 വർഷക്കാലം ജയിലിലായിരുന്നു. 2011 മാർച്ചിൽ സിറിയയിൽ ബഷാർ അൽ അസദിനെതിരെയുള്ള പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ജുലാനി സിറിയയിലേക്ക് മടങ്ങി. ജബത്ത് അൽ നുഷ്റ എന്ന പേരിൽ അൽ ഖ്വയ്ദയുടെ പ്രധാന ഘടകം സ്ഥാപിച്ചു. അബൂബക്കർ അൽ ബാഗ്ദാദിയുമായി യോജിച്ച് പ്രവർത്തിച്ചെങ്കിലും ഇസ്ലാമിക് സ്റ്റേറ്റ് രൂപീകരണത്തെ തുടർന്ന് 2013 ബന്ധം ഉപേക്ഷിച്ച് അൽ ഖ്വയ്ദയുടെ ഐമാൻ അൽ സവാഹിരിയിൽ ചേർന്നു. 2016 ഗ്രൂപ്പിനെ ജബത്ത് ഫത്തേ അൽ ഷാം എന്ന പുനർനാമകരണം ചെയ്യുകയും 2017 പല വിഭാഗങ്ങളുമായി ചേർന്ന് HTS രൂപീകരിക്കുകയും ചെയ്തു. ഹയാത്തു തഹ്രീർ ഷാം. തുടർന്ന് അൽ ഖ്വയ്ദയിൽ നിന്ന് അകന്ന് മിതവാദി പ്രതിച്ഛായയിലേക്ക് മാറിയ ജുലാനി ഒരു രാഷ്ട്രീയ നേതാവിന്റെ കുപ്പായം എടുത്തണിഞ്ഞു. നീളൻ കുപ്പായവും താടിയും ഉപേക്ഷിച്ചു. സ്ത്രീകൾക്ക് ശിരോവസ്ത്രം നിർബന്ധമല്ല എന്നും ക്രിസ്ത്യാനികളെ സംരക്ഷിക്കുമെന്നും പറയുന്നുണ്ടെങ്കിലും ആത്യന്തികമായി ജുലാനിയുടെ ലക്ഷ്യം അൽ ഖ്വയ്ദയുടേത് തന്നെയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കോവിഡ് വന്ന സമയത്ത്, ഉക്രൈൻ യുദ്ധം വന്ന സമയത്ത്, ഇദ്ലിബിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ 5 വർഷത്തോളം HTSന്റെ പ്രവർത്തനം അത്ര സജീവമായിരുന്നില്ല. ലെബനനിലെ മധ്യമ സ്ഥാപനമായ അൽമനാറിന്റെ റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്തിന്റെ ഭരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് അവർ സിറിയയിലേക്ക് വേരുറപ്പിച്ചത്. HTSന്റെ പുനരുജ്ജീവനം ചില വിമർശനങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. അസദിന്റെ പതനം IS-ഉമായും അൽ ഖ്വയ്ദയുമായും ബന്ധമുള്ള ഗ്രൂപ്പുകളെ ശാക്തീകരിക്കുമെന്നാണ് ചിലർ മുന്നറിയിപ്പ് നൽകുന്നത്. നിലവിൽ സിറിയയിലെ ഏറ്റവും ശക്തമായ സായുധ പ്രതിപക്ഷ സേനയാണ് HTS. ഇറാഖിൽ നിന്ന് 6 പേരുമായിട്ടാണ് ജുലാനി തന്റെ സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത്. എന്നാൽ 1 വർഷത്തിനുള്ളിൽ അംഗസംഖ്യ 5000-ആയി ഉയർന്നു. 2022 വടക്ക് പടിഞ്ഞാറൻ സിറിയൻ പ്രവിശ്യയായ ഇദ്ലിബിൽ HTS പ്രവർത്തനം വ്യാപിപ്പിച്ചു. സാൽവേഷൻ ഗവൺമെന്റ് എന്ന പേരിൽ ഒരു സിവിലിയൻ ഭരണകൂടത്തിന് ജുലാനി രൂപം നൽകി. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ മതം വലിച്ചെറിയുന്നു എന്ന് പറഞ്ഞ് സിറിയയിലെ വിമത ഭരണ സംഘം മുന്നോട്ട് വരുന്നത് ലോകരാജ്യങ്ങളുടെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അത് കഴിഞ്ഞാൽ ഒട്ടകത്തിനിടം കൊടുത്തതുപോലെ കൃത്യമായിട്ട് ഇവരുടെ മത നിയമങ്ങൾ പ്രാവർത്തികമാക്കാനും സ്ത്രീകളെയും പെൺകുട്ടികളെയും അധിക്ഷേപിക്കാനും അടിമയാക്കാനും തുടങ്ങും. ഇത് തന്നെയായിരുന്നു താലിബാനികൾ ആദ്യം അഫ്ഗാൻ പിടിച്ചടക്കുന്നതിന് മുമ്പ് പറഞ്ഞത്. അഫ്ഗാൻ പിടിച്ചടക്കിയ ശേഷം താലിബാനിൽ സ്ത്രീകൾക്ക് എന്തിന് പ്രൈമറി കുട്ടികൾക്ക് പോലും പഠിക്കാനുള്ള സൗകര്യം ലഭിക്കാതെയായി, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. നന്ദി.